എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ തൊടുകുറി മൈൻഡ് റീഡിംഗ് ശാസ്ത്ര വിശകലനത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത നിറങ്ങളുള്ളതും അതുപോലെ തന്നെ രണ്ട് വ്യത്യസ്ത ആകർഷണം ഉള്ളതുമായിട്ടുള്ള രണ്ട് പൂച്ചക്കുട്ടികളെയാണ്. എന്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ തൊടുകുറി വിശകലനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഈ പൂച്ചക്കുട്ടികളെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ രണ്ട് പൂച്ചക്കുട്ടികളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾ ഇതിലെ ഒരു ചിത്രത്തിൽ വിരലമർത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആ അഭിരുചിയാണ് ഇവിടെ തൊടുകുറി ശാസ്ത്ര വിശകലനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. പറയാൻ കാരണം, നമ്മുടെ എല്ലാവരുടെ മനസ്സിന് നമ്മൾ ബന്ധപ്പെടുന്ന നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളിലേക്കും ഒരു പ്രത്യേക ചായ്വുണ്ട്. ഇത് പ്രത്യേകിച്ചും ചിലർക്കാണെങ്കിൽ ഉരുണ്ട കണ്ണുകളോടാണ് ഏറ്റവും ഇഷ്ടം. എന്നാൽ മറ്റു ചിലർക്ക് ഈ നീളൻ കണ്ണുകളോട്, അതായത് നീളൻ പീലികളോട് കൂടിയ കണ്ണുകളോടാണ് ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ ചിലർക്ക് കറുപ്പ് നിറമായിരിക്കും ഏറ്റവും ഇഷ്ടം. എന്നാൽ മറ്റു ചിലർക്ക് വെളുപ്പ് നിറമായിരിക്കും അവരുടെ ആ ഒരു ഫേവറേറ്റ് നിറം. എന്ന് വെച്ചുകൊണ്ട് കറുപ്പിനാണ് ഏറ്റവും കൂടുതൽ അഴകെന്നോ അല്ലെങ്കിൽ വെളുപ്പിനാണ് ഏറ്റവും കൂടുതൽ അഴകെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അത് കാണുന്ന ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അഭിരുചികൾക്കനുസരിച്ചാണ് ഈ പറഞ്ഞ അഴകിൻ്റെ തോത് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത്. അതിനാൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ആ ഒരു ഓമനത്വമുള്ള ഒരു പൂച്ചക്കുട്ടിയെ ഇതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഈ തൊടുകുറിയിൽ നിന്നും അറിയാൻ സാധിക്കും. ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് നിങ്ങളുടെ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിത മാർഗമധ്യേ വന്നെത്തുമ്പോൾ അതിൽ എന്ത് തീരുമാനമെടുക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഉചിതം, അതുകൂടി ഞാൻ ഇതിനോടൊപ്പം നിങ്ങളോട് പറയുന്നതായിരിക്കും. മാത്രവുമല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം കൃത്യമാണെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നുള്ളവർക്ക് രേഖപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രമോ അല്ലെങ്കിൽ ആ ചിത്രത്തോട് ചേർത്ത് എഴുതിയിരിക്കുന്ന ആ ഒരു നമ്പറോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഏറ്റവും ആദ്യം ഒന്നാമത്തെ നമ്പർ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി മൈൻഡ് റീഡിംഗ് ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്നാമത്തെ നമ്പർ കൊടുത്തിട്ടുള്ള ചിത്രമാണെങ്കിൽ, അതായത് വെള്ളയിൽ കറുത്ത വരകളുള്ള ആ ഒരു സുന്ദരൻ പൂച്ചക്കുട്ടിയാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിപ്പോൾ, അതായത് ഈയിടെയായിട്ട് വളരെ ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാകുകയാണ്. പറയാൻ കാരണം, ജീവിതത്തിൽ വളരെ വ്യക്തമായ തീരുമാനമെടുത്ത് നല്ല ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു തോന്നൽ ഈയിടെയായിട്ട്, അതായത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൂടെ കൂടെ ഉണ്ടാകാറുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അതിനു വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങളും നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിലും വീട്ടിലെ ചുറ്റുപാടുകളിലും ഓൾറെഡി വരുത്തിയിട്ടുമുണ്ട്. ഇത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, എൻ്റെ ജീവിതം മാറണമെങ്കിൽ ആദ്യം ഞാൻ തന്നെ സ്വയം മാറണമെന്ന ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇഷ്ടദൈവം തോന്നിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ആ ഒരു അർത്ഥം. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ നല്ല ശക്തമായ തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം നിങ്ങളിപ്പോൾ ഓൾറെഡി കൈക്കൊണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ തൊടുകുറി ഫലങ്ങൾ പറയാനും എനിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ സെലക്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ വെള്ളയും കറുപ്പും ആ കളർ ഈ പ്രകാശത്തിൻ്റെയും നിഴലിൻ്റെയും പ്രതീകങ്ങളാണ്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല വശങ്ങളെയും മോശം വശങ്ങളെയും ഒരുപോലെ തിരിച്ചറിയുന്ന ആ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ, ഇതിനു മുൻപ് നിങ്ങൾ പറ്റിക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടതുപോലെ ഇനി നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചതികളൊന്നും ആരിൽ നിന്നും അനുഭവിക്കേണ്ടി വരില്ല. കാരണം ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളെ വേണമെങ്കിൽ പോലും അതിനെ തരണം ചെയ്യാൻ നിങ്ങൾ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ആ സെലക്ഷൻ പ്രകാരം ഒന്ന് നോക്കുകയാണെങ്കിൽ, വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ തരണം ചെയ്യേണ്ടി വരുമെന്ന് നോക്കുമ്പോൾ ഈ തൊടുകുറി ശാസ്ത്രം പറയുന്നത്, കഴിഞ്ഞ കുറച്ചു കാലമായി നിങ്ങൾക്ക് നിലനിന്നിരുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു അയവ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടി വരും. കടങ്ങൾ വീട്ടാനുള്ള വ്യക്തമായ ഒരു വഴി അത് വരും ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് മുൻപിൽ തെളിയും.
ജോലിസ്ഥലത്ത് നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്ന ആളുകൾ, നിങ്ങൾ പ്രത്യേകിച്ച് യാതൊരു ആക്ഷനും അതിലെടുക്കാതെ തന്നെ അവർ നിങ്ങളുടെ വഴിയിൽ നിന്നും മാറിപ്പോകും. പുതിയ തൊഴിൽ അവസരങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കും. ഈയിടെയായി നിങ്ങളുടെ കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു അല്ലെങ്കിൽ നിലനിന്ന് പോരുന്നുണ്ടെങ്കിൽ പരസ്പര ധാരണയോടുകൂടി അവ നിങ്ങൾ ഉറപ്പായിട്ടും പരിഹരിക്കപ്പെടും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന മംഗളകർമ്മങ്ങൾ നടക്കാൻ അവസരങ്ങൾ മുൻപിൽ വരും. ഇത്രയുമാണ് തൊടുകുറി ഫലമായി നിങ്ങളുടെ സെലക്ഷൻ വെച്ചുകൊണ്ട് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിന് നിങ്ങൾക്ക് തരാനുള്ള വളരെ ചെറിയ 3 നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതിൽ നിങ്ങളെക്കൊണ്ടാകുന്നത് നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുക. 1. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ എപ്പോഴും ഉറച്ചു നിൽക്കുക. 2. മനസ്സിന് ചഞ്ചലത വരാൻ അനുവദിക്കരുത്. 3. ദിവസവും രാവിലെ എഴുന്നേറ്റ് അല്പസമയം പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരുന്ന് ധ്യാനിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കിത്തരും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് 1ാമത്തെ നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി മൈൻഡ് റീഡിംഗ് ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തത് 2ാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി മൈൻഡ് റീഡിംഗ് ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ കാവി നിറം അല്ലെങ്കിൽ ഓറഞ്ച് നിറം എപ്പോഴും ഊർജത്തിൻ്റെയും അതുപോലെ തന്നെ വികാരങ്ങളുടെയും മാറ്റങ്ങളുടെയും പ്രതീകമാണെന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വാസ്തവമാണ്. ഈ 2ാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ നിങ്ങൾ പൊതുവെ മറ്റുള്ളവരെ അമിതമായി സ്നേഹിക്കുന്നവരും എന്നാൽ അതനുസരിച്ചുള്ള പരിഗണന നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും തിരികെ കിട്ടാത്തതിൽ സങ്കടപ്പെടുന്നവരുമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് പറയാൻ കാരണം നിങ്ങളോട് അടുക്കുന്നവരെ നിങ്ങൾ അവർക്ക് മുൻപിൽ യാതൊരുവിധ ഉപാധികളും വയ്ക്കാതെ അവരെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളോട് അടുക്കുന്നവർ അവരുടെ കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു കറിവേപ്പില പോലെ എടുത്തു കളയും. പ്രത്യേകം ഓർക്കുക, ഇത് എല്ലാവരുമല്ല, ഒരു വിഭാഗം ആളുകളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് വാസ്തവത്തിൽ നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആ ഒരു സെലക്ഷൻ്റെ ചായ്വ് കണക്കാക്കി എനിക്കിവിടെ പറയാൻ സാധിക്കുന്നത്. നിങ്ങളിവിടെ ഈ 2ാമത്തെ ചിത്രം തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ അതിനെ ആസ്പദമാക്കി നിങ്ങളുടെ ഈ തൊടുകുറി ഫലങ്ങൾ വിശദമായി നോക്കുമ്പോൾ അത് പ്രകാരം ഇവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ സംഭവ വികാസങ്ങളായിട്ട് ഈ തൊടുകുറി ഫലങ്ങൾ അക്കമിട്ട് പറയുന്നത് വലിയൊരു മാനസിക ഭാരത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളെ തളർത്തിയ ഒരു പഴയ ഓർമ്മയിൽ നിന്നും നിങ്ങൾ ഉടൻ മോചിതരാകും. ഇത് പറയാൻ കാരണം ഏതോ ഒരു ചിന്ത നിങ്ങളെ ഈ അടുത്തിടെയായിട്ട് വല്ലാതെ അലട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉടൻ തന്നെ നിങ്ങൾ കണ്ടെത്തിയിരിക്കും. അതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ പുതിയൊരു ഉന്മേഷവും പ്രതീക്ഷയും വന്ന് നിറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കാണാനിടയാകും. അതായത് മുൻപ് നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച ദൂരയാത്രയാകാം, അതായത് സംസ്ഥാനത്തിനുള്ളിലോ സംസ്ഥാനത്തിന് പുറത്തുള്ള യാത്രയാകാം, അല്ലെങ്കിൽ വിദേശ യാത്രയാകാം. അതിനുള്ള ആ ഒരു വഴി നിങ്ങൾക്ക് തുറന്നുകൊണ്ടായിരിക്കും ഈ ഭാഗ്യം നിങ്ങളുടെ മുൻപിലേക്ക് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സെലക്ഷൻ പ്രകാരം മറ്റൊന്ന് നമുക്ക് തൊടുകുറി ഫലമായിട്ട് പറയാൻ സാധിക്കുന്നത് നിങ്ങളെ അകാരണമായി തെറ്റിദ്ധരിച്ച സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങളുടെ ആ ഒരു നിഷ്കളങ്കമായ സത്യാവസ്ഥ മനസ്സിലാക്കി ഉടൻ തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചു വരും. അതിനെ തുടർന്ന് പ്രണയരംഗത്തും ദാമ്പത്യ രംഗങ്ങളിലും കൂടുതൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും. അതിന് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 3 നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തരാനുണ്ട്. അതിലൊന്ന്, മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണെങ്കിലും സ്വന്തം കാര്യങ്ങൾ മറന്നുകൊണ്ട് ആർക്കും നിങ്ങൾ എടുത്തു ചാടി വാക്കുകളോ വാഗ്ദാനങ്ങളോ കൊടുക്കരുത്. 2, പണം കടം കൊടുക്കുമ്പോൾ ഈ വരും ദിവസങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തി മാത്രമേ ഏത് കൊടുക്കൽ വാങ്ങലുകളും നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതിന് 3, നിങ്ങളുടെ ഇഷ്ടദൈവങ്ങളെ സ്മരിച്ചുകൊണ്ട് ഒരു നെയ്വിളക്ക് നിത്യവും നിങ്ങൾക്ക് അനുയോജ്യമായ ആ ഒരു കൃത്യസമയത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തെളിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി ഉറപ്പായിട്ടും കൊണ്ടുവരും. ഈ പറഞ്ഞത് വീട്ടിൽ മാത്രമല്ല, നിങ്ങൾ ഓഫീസിലാണെങ്കിൽ ഓഫീസിലും ഈ പറഞ്ഞ പോലെ ആ കൃത്യസമയത്ത് അടുപ്പിച്ചടുപ്പിച്ച് 1 ആഴ്ചയോ 2 ആഴ്ചയോ ഇനിയിപ്പോൾ 1 മാസം സാധിക്കുമെങ്കിൽ
അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം ചെയ്യാവുന്നതും നല്ല ആത്മാർത്ഥതയോടുകൂടി ചെയ്യാവുന്നതും ഏതാണോ അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത 2 കൂട്ടർക്കും വേണ്ടി ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.